السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. കഴിഞ്ഞ ദിവസം നമ്മൾ ലാമലിപ്പില് ഈ ഹംസ വരുന്ന രണ്ട് രീതിയാണ് ഇന്നലെ പഠിച്ചത്. ലാമലിപ്പിൽ ഒന്നില് ഈ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ എൻഡിങ്ങിൽ വന്നു കഴിഞ്ഞാൽ നീട്ടണ്ട, ഇത് ഏകദേശം ഇതിൻ്റെ മിഡിലിൽ വന്നു കഴിഞ്ഞാൽ ആ എന്ന് നീട്ടണം. സബീസ്മ റബ്ബിക്കൽ ആവല ബൽ തുസിറുനൽ വൽ ആഖിറത്തു, അതാണ് നമ്മൾ പഠിച്ചത്. പക്ഷെ അത് ഇന്ന് അലിഫാത്ത് സബ എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആനിലെ അലിഫിന്റെ മേലിൽ രണ്ട് സിംബലുകളുണ്ട്. അതാണ് അലിഫാത്ത് സബ. ഒന്ന് ഇങ്ങനെ എഴുതി നോക്കൂ, അലിഫിന്റെ മേലെ അലിഫിട്ട് ഇങ്ങനെ ഉണ്ടാവും. ഖുർആനിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇങ്ങനെയും ഉണ്ടാവും. രണ്ടും എടുത്ത് നോക്കും. ഒന്നലിഫിന്റെ പേര് ഇത് ദായറത്തുൽ ബൈദാവി, ഇത് ദായറത്തുൽ ബൈദാവി, സർക്കിൾ ടൈപ്പ്, ഇത് സർക്കിൾ ഷേപ്പ്, ഇത് ബൈദാവ് എഗ് ഷേപ്പ്. കണ്ടിട്ടുണ്ടായി? രണ്ടും ഡിഫറൻസ് ഉണ്ട്. ഓതുന്നതിന് പ്രത്യേകതകളുണ്ട്. ഒന്ന് ഷേപ്പ്, ഓവൽ ഷേപ്പ്, ഇത് സർക്കിൾ ഷേപ്പ്. കണ്ടിട്ടില്ലേ? ഇത് നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഇന്നിട്ട് ഖുർആനിൽ ഇത് രണ്ടും ഒന്ന് നിങ്ങൾ നോക്കി വെക്കും. എന്നിട്ട് ഇൻഷാ അല്ലാഹ് അത് നാളെ അതിന്റെ ടെക്നിക്ക്, ഓതുന്ന ടെക്നിക്ക് നമുക്ക് പറഞ്ഞു തരാം. പിന്നെ നമുക്ക് പെട്ടെന്ന് എങ്ങനെയാണ് ഇത് ഇൻഷാ അല്ലാഹ് നാളെ വിശദീകരിച്ചു തരാം. ഇത് ഖുർആനിൽ ഇന്ന് നിങ്ങൾ നോക്കി വെക്കണം. ഒന്ന് സർക്കിൾ ടൈപ്പ്, ഒന്ന് നോക്കിക്കൊണ്ട് വരില്ല. പിന്നെ നമ്മളത് ഇങ്ങനെ ഓതുന്നു കാണിച്ചു. ഇതില് നമ്മള് ഇൻസാൻ എന്ന് പറഞ്ഞ സൂറത്ത്, വെള്ളിയാഴ്ച ദിവസം ഓതുന്ന സൂറത്ത് ഇൻസാൻ, സൂറ നമ്പർ 76. സൂറ നമ്പർ 76 ഇവിടെ പേജ് നമ്പർ 578. അല്ലാത്ത ആലയം എടുത്ത ഇൻസാൻ. ഇവിടെ ഇൻസാൻ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? മനുഷ്യൻ എന്നുള്ളത്. നമുക്ക് ഇത് ചില ആൾക്കാര് ഈ ഖുർആൻ ശരിക്ക് പ്രാക്ടിക്കൽ ആക്കിയാല്, ഖുർആൻ ശരിക്ക് പ്രാക്ടിക്കൽ ആക്കിയാല്, നമ്മുടെ ഈ ഓതാൻ ശരിക്ക് പ്രാക്ടിക്കൽ ആക്കിയാൽ നമ്മുടെ സൗണ്ട് ഉണ്ടല്ല, ശബ്ദം അതേപോലെ നിലനിൽക്കും. അപ്പൊ നോക്ക്,
അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വേർഡ് നോക്ക്. ഹൽ അല്ലേ, അത്ത അലൽ ഇൻസാൻ. അവിടെ ഇഖ്ഫാവിന്റെ വേർഡാണ് ഇൻസാൻ. ഏതാണ് ഇൻസാൻ എന്നുള്ള വേർഡ് കണ്ട? അത് നമ്മൾ നോക്കുക. വേർഡ് നോക്ക്. ഇൻസാൻ ഇവിടെ എങ്ങനെ ഇട്ടിട്ടുണ്ട്? ദീർഘിപ്പിക്കൽ അല്ലെ? ഇവിടെയാണ് ഇഖ്ഫാവ് നിയമം വരുന്നത്. ഇവിടെ സാക്കിനത്തെ നൂനിന് ശേഷം സീൻ വന്നു. എന്തോ സാക്കിനത്തെ നൂനിന് ശേഷം സീൻ വന്നു. അതോ അത്ത എന്നുള്ളത് താഴെ എത്ര നീട്ടണം? കണ്ടാ? താ നീട്ടാണ്. അപ്പൊ നോക്ക്, ഹൽ അത്ത അലൽ ഇൻസാനി. അത്രയും കിട്ടണം. നമുക്ക് എന്ത് വേണം? ഈ ഒരൊറ്റ ആയത്ത് ഒറ്റ ശ്വാസത്തിൽ ഓതാനാണ് നോക്കുന്നത്, കട്ടാക്കാൻ പാടില്ല. ജോർ ലോതിന്റെ കൂടെ ഹൽ അത്ത അലൽ ഇൻസാനി. ഇൻസാൻ എന്നുള്ള വേർഡ് നമ്മൾ ഓതുമ്പോൾ അതിലെന്തുണ്ട്? തജ്വീദ് ഇഖ്ഫാ റൂൾസ് ഉണ്ട്. ഓത് ഹൽ അത്ത അലൽ ഇൻസാനി. ഒറ്റ ശ്വാസം അല്ലേ? ശ്വാസം കട്ടാക്കാൻ പാടില്ല. അടുത്ത ഇതുണ്ട് മീമിന് ശബ്ദമുണ്ട്. അപ്പൊ എന്താണ് ഇദ്ഗാം ബിഗുന്ന എന്ന് പറഞ്ഞ റൂൾസ് അവിടെ അവിടെ മീമിന് ശബ്ദം വന്നു. അപ്പോ അത്ത ഒന്നുള്ളതിൽ 3, ഇൻസാൻ ഇഖ്ഫാവ് ഹീനും മിൻ. അവിടെ എന്താണ് ഇദ്ഗാം ബിഗുന്ന എന്ന് പറഞ്ഞ റൂൾസ്. മിനദ് ദഹരി അവിടെ വരെ ഒരു ഒറ്റ ശ്വാസത്തിൽ ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹരി. കിട്ടിയാ? തട്ടാൻ പാടില്ല. പിന്നെന്താ? മിനദ് ദഹരി ലം നോക്കാൻ പാടില്ല. എന്തുകൊണ്ടാ? കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു ലം മീമിന് സുക്കൂൺ വന്നാല് അവിടെ ചുണ്ട് കൂടിട്ട് പിന്നെ സൗണ്ട് ഉണ്ടാകാൻ പാടില്ല. ലം അവിടെ വരെ പോലും ഒറ്റ ശ്വാസത്തിൽ ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹരി ലം. ജോറിലോദിക്കും. ഇവിടെ മിസ്റ്റേക്ക് വന്നാൽ പ്രോബ്ലം ഇല്ല, ക്ലിയർ ആക്കാം. ഒന്ന് എന്താണ് ലം വരെ ഒന്നുകൂടെ ഓതും. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹരി ലം. അല്ലേ? ശ്വാസം കട്ടായിട്ടില്ലല്ലോ. യകും ശൈഅം മദ്കൂറാ. ഇനി ലം എല്ലാം ഒന്നിച്ച് ഓതാൻ പോയില്ല. ബാക്കി വേണ്ട ഏതാണ്? യകും. കണ്ട? യകും ഷീനാണ് ഇഖ്ഫാവ് നാസൽ സൗണ്ട്. യകും ശൈഅം മദ്കൂറാ. അല്ലേ? ഇനി ഒറ്റ ശ്വാസത്തിൽ ഈ തജ്വീദ് എല്ലാം കൂടെ ഇവിടെ തുടങ്ങിയാൽ ഇവിടെ കൊണ്ടു നിർത്താം. മനസ്സിലായി? ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറാ. കിട്ടുന്ന നിങ്ങൾ ഇങ്ങനെ പ്രാക്ടിക്കൽ ആക്കുക. ഇങ്ങനെ പ്രാക്ടിക്കൽ ആക്കിയാല് എന്താ? അള്ളാഹു പറഞ്ഞ് കട്ടാക്കിയാൽ മീനിങ് അങ്ങോട്ട് കൊണ്ട് തെറ്റിട്ട് കട്ടാക്കിയാൽ മുമ്പോട്ട് എടുത്ത് ഓതാൻ കറക്റ്റ് അറിയണം. ഈ ഡ്രൈവിംഗ് ഒക്കെ ഗാഡി എടുക്കുന്നത് പോലെ തോന്നുന്ന പോലെ എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ് ഇത് കിട്ടുന്നത്. ഇവിടെ വരെ ഇങ്ങനെ ചെറിയ മക്കൾ ഇതേപോലെ ഓതി പഠിക്കണം കേട്ടാ. ഇതിങ്ങനെ ലഭ്യക്കും ചെയ്യാൻ പിന്നെ ലഭ്യക്കും ചെയ്യാൻ അങ്ങനെ എടുക്കണ്ട. ഇവിടെ എങ്ങും നിർത്തുന്ന ഏതെങ്കിലും സിമ്പിൾ ഉണ്ടോ? സിലിയ ഗീമ എന്തെങ്കിലും കാണുന്നുണ്ടോ? ജായിസ് എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ തന്നെ കൊണ്ട് നിർത്തണം. നമുക്ക് അല്ലാവോ അതുപോലെ ശ്വാസം ഇത് ഓതാമത്തേ ഉള്ളൂ, പക്ഷെ പ്രാക്ടിക്കൽ ഇല്ല. അല്ലെ? ഒന്ന് ജോറിലോത്. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹരി ലം യകുൻ ശൈഅൻ
മദ്കൂറാ. കിട്ടിയാ? ഇങ്ങനെ നിങ്ങൾ വീട്ടില് പ്രാക്ടിക്കൽ ആക്കി നോക്കുക. എന്ത് ഭംഗിയാണെന്ന് അറിയാമോ ഖുർആൻ ഓതാൻ. അല്ലാതെ വേറെ ഇങ്ങനെ ഓതാം. അല്ലത്താ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹ്. വലിയ പഠിച്ചവർ ഓതുന്ന വീണ്ടും അവിടെ ഇവിടെ നിർത്തേണ്ട കാര്യമില്ല. നമുക്ക് ശ്വാസമുണ്ട്. ശ്വാസം ഇല്ലെങ്കിൽ, ശ്വാസം കിട്ടാത്ത ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെ ഓതാം. പക്ഷെ നമ്മൾ ഇങ്ങനെ പ്രാക്ടിക്കൽ ആക്കിയെങ്കിൽ ഖുർആൻ അതിന്റെ ഭംഗിയിൽ കിട്ടും. ഇവിടെ എങ്ങും ഒരു ജായിസോ കിസ്രി ഒന്നുമില്ല. അതോടൊത് അതിന് നോക്കുമോനെ ഉത്സവം നോക്കും. അതേപോലെ ഒറ്റ ശ്വാസം നാളെ ഷാദ് ഓതണം കേട്ടാ. ഇതേപോലെ വേർഡുകൾ പഠിച്ചു നോക്കി. هل أتى على الإنسان حين من الدهر لم يكن شيئا مذكورا. هل أتى على الإنسان حين من الدهر لم يكن شيئا مذكورا. കിട്ടുന്നല്ല. അതേപോലെ നാളെ ഷാദി ഇങ്ങനെ ഒതുക്കിയേക്കണം കേട്ടാ. നിങ്ങൾ ഓരോരുത്തരും ഒതുക്കിയേക്കണം കേട്ടാ. പഠിച്ചു വരാം. അതാണ് ഖുർആന്റെ ഭംഗി. ഇൻഷാ അല്ലാഹ് ഖുർആൻ പഠിക്കുകയും ജീവിതത്തിൽ പ്രവർത്തനം ചെയ്യുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.